ഹലോ ഫ്രണ്ട്സ്, റിയാക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒന്നും രണ്ടും പാർട്ട് കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ പാർട്ടാണ്. ഇവിടെ നമ്മൾ കൂടുതൽ റിയാക്ട് കമ്പോണൻസിനെ പറ്റി പഠിക്കുകയാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡോം, അതായത് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ, വിർച്വൽ ഡോം, പേരൻ്റോ ചൈൽഡ് കമ്പോണൻറ്റ് മറ്റൊന്നിലോട്ട് നമുക്കൊരു വാല്യൂ പാസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്, ഇതൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. index.html നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. ഇവിടെ ഒരു HTML എന്ന് പറഞ്ഞ ടാഗുണ്ട്. ഈ ആംഗിൾ ബ്രാക്കറ്റിൽ കൊടുക്കുന്നതിന് ടാഗ് എന്നാണ് പറയുന്നത്. അതിൻ്റെ താഴെ ഹെഡ് എന്ന് പറഞ്ഞ ടാഗുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഇവിടെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കമൻ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം HTML ക്ലോസ് ചെയ്യുന്നത് /HTML വെച്ചിട്ടാണ്. കണ്ടല്ലോ ഇവിടെ HTML ക്ലോസ് ചെയ്യുന്നത് /HTML വെച്ച്, ഹെഡ് /ഹെഡ്, ബോഡി /ബോഡി. അപ്പോൾ ഈ HTML എന്ന് പറയുന്നത് ഇത് നമുക്ക് വെബ് പേജാണ്, സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നവരെ. അപ്പോൾ ഇതിനെ വെബ് ഡോക്യുമെൻ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഡോം അഥവാ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ. അതായത് ഡോക്യുമെൻറ്റിൻ്റെ നമ്മൾക്ക് ഒബ്ജക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് വേയിൽ ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക്. അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ കാണുന്നതാണ് നമ്മളുടെ ഡോം എന്നുള്ളതിൻ്റെ സ്ട്രക്ചർ. ഇതാണ് നമ്മളൊരു വെബ് പേജായിട്ട് കാണുന്നത്. ഇതിന് ഒരു ഡോമായിട്ട് ഒരു ട്രീ സ്ട്രക്ചറിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കാണാം HTML ആണ് അത്, സ്റ്റാർട്ട് എൻഡ്, അതിനകത്താണ് സ്ട്രക്ചർ ഇരിക്കുന്ന ഹെഡ് എന്ന് പറയുന്നത് പോർഷൻ. അതുപോലെ തന്നെ ഈക്വലായിട്ടുള്ള ലെവലിലുള്ളൊരു എലിമെൻ്റാണ് ബോഡി. ഈ രണ്ടിനകത്താണ് ഹോൾ കണ്ടൻറ്റ് നിൽക്കുന്നത്. നമ്മൾ ജാവാസ്ക്രിപ്റ്റൊക്കെ ഓർമ്മയുണ്ടല്ലോ, എഴുതുന്നത് ഹെഡ് ടാഗിനകത്ത് സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് ഈ പറയുന്ന ബോഡി ടാഗിലുള്ള ഈ ഡിവിനെയും പാരഗ്രാഫിനെ അങ്ങനെയുള്ളതിനെല്ലാം നമ്മൾ ആക്സസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ എലിമെൻ്റാണ് ട്രീയിൽ ഓരോ ബ്രാഞ്ചസ് ആയിട്ട് കരുതുക. അപ്പോൾ ഇതാണ് നമ്മൾ ഡോം എന്ന് പറയുന്നത് സ്ട്രക്ചർ. ഇതിന് നമ്മൾ റിയാക്റ്റ് ശരിക്കും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ യൂഷ്വലി ജാവാസ്ക്രിപ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കണ്ടൻറ് എടുത്ത് റൂട്ടിലോട്ട് വയ്ക്കുമെന്ന് വിചാരിക്കുക. അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം അത് ഇതിനെ നേരിട്ട് ആക്സസ് ചെയ്ത് ചെയ്യുമ്പം ഈ പറയുന്ന ഡോമിനകത്തൊരു എലമെൻ്റ് അപ്ഡേറ്റ് ആകുമ്പോൾ ഫുൾ തിങ് റീറെൻട്രി, അതായത് ഫുള്ളി റീലോഡ് ചെയ്യപ്പെടും. അങ്ങനെ നിരവധി പ്രാവശ്യമുള്ള റീലോഡിങ് നമ്മളുടെ ആപ്ലിക്കേഷനെ സ്ലോ ആക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെയധികം സ്ലോ ആക്കും. നിരവധി പ്രാവശ്യം റീറെൻഡർ ചെയ്യുമ്പോൾ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ സ്ലോ ആകും. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് റിയാക്റ്റ് ചെയ്യുന്നത്. റിയാക്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ നമ്മളുടെ ഈ ഡോമിനെ, ഈ ആക്ച്വൽ ഡോമിനെ ഒരു മെമ്മറി കോപ്പി ചെയ്യും. ഇൻ മെമ്മറി എന്ന് പറയും. ഇൻ മെമ്മറി അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് വിർച്വൽ ഡോം. അതായത് വിർച്വലായിട്ട് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യും. എക്സാക്ട്ലി സെയിം ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുമ്പോൾ ആ ഡോം എന്ത് ചെയ്യപ്പെടും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ട് വേറൊരു വിർച്വൽ ഡോം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെയായിരിക്കും നമ്മൾ വരുത്തുന്ന ചേഞ്ചസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് കമ്പയർ ചെയ്യും. അതിന് നമ്മൾ ഡിഫിങ് മെക്കാനിസം എന്ന് പറയും. ആ കമ്പാരിസൺ വെച്ചിട്ട് ചേഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് എന്ത് ചെയ്യും, വിർച്വൽ ഫസ്റ്റ് ഉള്ള ആ വിർച്വൽ ഡോമിലോട്ട് അപ്ഡേറ്റ് ചെയ്യും. ആ ഒരു ചേഞ്ചസ് അപ്ഡേറ്റ് ചെയ്യും. അതിന് ശേഷം ഇത് ഒറിജിനൽ ഡോമിലോട്ട് ആ ചേഞ്ചസ് മാറ്റും. ഈ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് റീകൺസിലിയേഷൻ എന്ന് പറയും. ഇത് സാധാരണ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഇത് റിയാക്റ്റ് എപ്പോഴും നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത് ഡയറക്റ്റ് ഡോമിലോട്ടല്ല, അതതിൻ്റെ മെമ്മറി സൂക്ഷിച്ചിരിക്കുന്ന വിർച്വൽ ഡോമിലോട്ടാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം നിങ്ങൾക്ക്. അപ്പോൾ നമുക്കിനി അതുകൊണ്ടാണ് ഇത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അതേപടി ചെയ്യാൻ നമുക്ക് റിയാക്റ്റ് പറ്റാത്തത്. റിയാക്റ്റിൽ അതിനുവേണ്ടി ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം വഴി മാത്രമേ നമുക്ക് ഈ ഡോം മാനിപ്പുലേഷൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് ഒരു ഡോം മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കാരണം റിയാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി തന്നെയാണ്. ഇവിടെ നമ്മളൊരു ഡിവ് ക്രിയേറ്റ് ചെയ്താൽ നമുക്കിവിടെ ഒരു ID കൊടുക്കാം. അതായത് ആ ഡിവിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ മൈ ഡിവ് എന്ന് കൊടുക്കുന്നു. ഇതിനകത്ത് നമുക്കൊരു കണ്ടൻറ്റ് വെക്കണമെന്ന് വിചാരിക്കുക. ഏതെങ്കിലും നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കിവിടെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് ഈ സ്ക്രിപ്റ്റിനകത്ത് നമുക്കത് ആക്സസ് ചെയ്യാം. ഡോമിന് ഡോക്യുമെൻറ്റ് .get element by ID എന്നാണ് എടുക്കേണ്ടത്.
അതിനകത്ത് ആ ഡിവിൻ്റെ പേര് പറയുക, ID പറയുക. ഇവിടെ mydiv എന്നാണ്. ഇനി അതിനകത്ത് കണ്ടൻറ്റ് എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ നമ്മൾ ഇന്നർ HTML ഇന്നർ ടെക്സ്റ്റ് എന്ന് പറയാം. ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് പറയാം. നമുക്ക് നോക്കാം ആ ചേഞ്ച് നമ്മുടെ വന്നിട്ടുണ്ടോ. നമുക്ക് കാണാം ഇവിടെ ഹലോ വേൾഡ് എന്നുള്ളത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ടെക്സ്റ്റ് മാറ്റണം എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണേലും നമുക്ക് ഇതുപോലെ വേറൊരു കോളിൽ നിന്ന് ജാവാസ്ക്രിപ്റ്റ് വഴി മാറ്റാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഈ എബിലിറ്റി മനസ്സിലാക്കുക. നമുക്ക് ഡോമിൽ ഈ പറഞ്ഞ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ അഥവാ ഡോമിലെ എല്ലാ എലിമെൻറ്റിനെയും നമുക്ക് ഇതുപോലെ ജാവാസ്ക്രിപ്റ്റ് വഴി നമുക്ക് ആക്സസ് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു. ഇത് ഓരോ ചേഞ്ചിനും ഇത് ഹോൾ ഡോക്യുമെൻ്റ് റീറെൻഡർ ചെയ്യുക, അതായത് റീലോഡ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പം ആപ്ലിക്കേഷന് സ്ലോ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ റിയാക്റ്റ് എന്നുള്ള അത് വന്നപ്പം അത് വിർച്വൽ ഡോം കൺസെപ്റ്റ് കൊണ്ടുവന്നു. ആ അപ്ഡേറ്റ് നമ്മൾ ചെയ്യുന്നത് വിർച്വൽ ഡോമിലോട്ടായിരിക്കും വരിക. അതിന് ശേഷമായിരിക്കും ആ അപ്ഡേറ്റ് ഒറിജിനലി ഉള്ള ആക്ച്വൽ ഡോമിലോട്ട് നമുക്കത് അപ്ഡേറ്റ് ചെയ്യുക. അതോടൊപ്പം നമുക്ക് റീറെൻഡറിങ് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ആപ്ലിക്കേഷൻ വളരെ സ്പീഡ് വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് വിർച്വൽ ഡോം കൺസെപ്റ്റ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾക്ക് ഈ പേരൻറ്റ് കമ്പോണൻ്റ് ഉണ്ടല്ലോ, ആപ്പ് എന്ന് പറഞ്ഞാൽ, അതിനകത്തുനിന്ന് ഈ 2 ചൈൽഡ് കമ്പോണൻറ്റിലോട്ട് നമുക്കൊരു വാല്യൂ പാസ് ചെയ്യാം. എന്നിട്ട് അവിടെ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ചൈൽഡ് കമ്പോണൻറ്റിൽ വെച്ച് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിനെ കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ഉള്ളത് പഠിക്കാം. ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ഈ പറഞ്ഞ 2 മെസ്സേജുകളൊക്കെ മാറ്റാം. നമുക്കിനി 2 മതി. നമുക്കിനി ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് മൈ കമ്പോണൻറ്റും മൈ ക്ലാസ് കമ്പോണൻറ്റും മതി. ഇനി അതിന് ശേഷം നമുക്കിവിടെ വാല്യൂ ഒന്ന് പാസ് ചെയ്യാം. ഇവിടെ നമ്മൾ വാല്യൂ പേരൻറ്റിൽ നിന്ന് ചൈൽഡിലോട്ടൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നത് അതിന് നമ്മൾ പ്രോപ്സ് എന്നാണ് പറയുന്നത്. നമുക്കിവിടെ ഒരു പേര് കൊടുക്കാം, ഒരു വേരിയബിൾ നെയിം പോലെ. ഇവിടെ ഞാൻ കാർ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ വേരിയബിൾ നെയിം കാറാണ്. ഇവിടെ നമുക്ക് ആ വാല്യൂ കൊടുക്കാം. ഇവിടെ ഞാൻ ടാറ്റ എന്ന് കൊടുക്കുന്നു. അത് പോകുന്നത് ഫങ്ഷണൽ കമ്പോണൻറ്റിലോട്ട്. അപ്പോൾ നമുക്കത് ഒന്ന് പ്രിൻ്റ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഫങ്ഷൻ മൈ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഫങ്ഷനകത്ത് പാരാമീറ്റർ പറയണം. ഇവിടെ ആർഗ്യുമെൻറ്റ് പറയണമെങ്കിൽ ഇവിടെ ആ പ്രോപ്സ് എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. കണ്ടല്ലോ. ഇപ്പോൾ ഈ നമ്മൾ അവിടുന്ന് ഈ app.js നിന്ന് പാസ് ചെയ്യുന്ന ഈ കാർ എന്ന് പറയുന്ന ആ വേരിയബിൾ വിത്ത് ടാറ്റ എന്ന് പറഞ്ഞ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നത് പ്രോപ്സ് ആയിട്ടാണ്. അപ്പോൾ മറക്കണ്ട, ഇവിടെ നമ്മൾ കാർ ഈക്വൽസ് ടാറ്റ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വേരിയബിളാണ് കാർ, അതിൻ്റെ വാല്യൂ ആണത്. അല്ലെങ്കിൽ നമുക്ക് കീ ആണ് കാർ, അതിൻ്റെ വാല്യൂ ആണ് ടാറ്റ. ഇത് നമുക്കിവിടെ കിട്ടുന്നത് ഈ പ്രോപ്സ് എന്ന് പറയുന്ന ഈ ഒരു ആർഗ്യുമെൻറ്റിലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമുക്കതിവിടെ നിന്ന് പ്രിൻ്റ് ചെയ്യാം. ഇവിടെ നിന്ന് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പ്രോപ്സ് വഴിയാണ് നമ്മൾ പേരൻറ്റിൽ നിന്ന് ചൈൽഡിലോട്ടൊക്കെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ പ്രോപ്സ് എന്ന് പറയുക. അതിനുശേഷം അവിടെ ഉപയോഗിച്ച കീ ഏതാണ് അല്ലെങ്കിൽ വേരിയബിൾ നെയിം ഏതാണ് അതിവിടെ കൊടുക്കുക. നമുക്കറിയാം അത് കാർ എന്നായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കത് ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഒബ്ജക്റ്റ് കണ്ടോ. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത മെസ്സേജ് ടാറ്റ എന്നായി. അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ നമ്മൾ പാസ് ചെയ്തത് കാർ ഇസ് ഈക്വൽ ടു ടാറ്റ എന്ന്. അപ്പം നമുക്കിവിടെ നമുക്കിത് കൂട്ടൊരു പാരാമീറ്റർ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ വെഹിക്കിൾ ഈക്വൽസ് ടൊയോട്ട എന്ന് കൊടുക്കുന്നു. ഉണ്ടല്ലോ, ഇവിടെ വെഹിക്കിൾ ഈക്വൽസ് ടൊയോട്ട. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന കീ എന്താണ്? വെഹിക്കിൾ. വാല്യൂ എന്താണ്? ടൊയോട്ട. സോ അത് പാസ് ചെയ്യുന്നത് ക്ലാസ് കമ്പോണൻറ്റിലോട്ടാണ്. നമുക്ക് ക്ലാസ് കമ്പോണൻ്റ് എടുക്കാം. ഇവിടെ നമുക്ക് ഈ പാരാമീറ്റർ ഗെറ്റ് ചെയ്യാനൊരു ഫങ്ഷൻ ഒന്നുമല്ല, നമ്മളിതൊരു ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾക്കിവിടെ ഒരു കൺസ്ട്രക്ടർ ഇവിടെ പറയണം. ഇവിടെ ഒരു കൺസ്ട്രക്ടർ നമുക്ക് പറയണം. കൺസ്ട്രക്ടർ തന്നെയാണ് കൺസ്ട്രക്ടറിൻ്റെ പേര്. അതിൻ്റെ ഈ ഒരു ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റിനകത്താണ് നമ്മൾ പ്രോപ്സ് പറയേണ്ടത്. പ്രോപ്സ് തന്നെയാണ് പറയുന്നത്. ഇനി നമുക്കിവിടെ വെച്ച് നമുക്കതിനെ എടുക്കാം. ഇവിടെ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യമാണ്, ഒരു കൺസ്ട്രക്ടറിൽ നമുക്ക് കാണാം ഈ മൈ ക്ലാസ് കമ്പോണൻ്റ് എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് react.component. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എക്സ്റ്റെൻസ് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കൺസ്ട്രക്ടറിനകത്ത് പറയേണ്ട ഫംഗ്ഷൻ, കോൾ ചെയ്യേണ്ട ഫംഗ്ഷൻ സൂപ്പറാണ്. സൂപ്പറിനകത്ത് ഈ പ്രോപ്സ് അങ്ങ് പാസ് ചെയ്യുക. ദെൻ നമുക്കിത് ഇനി ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ നമുക്കിത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക്
കർലി ബ്രാക്കറ്റ് ഇടുക. എപ്പോഴും വേരിയബിൾസ് പാസ് ചെയ്യുമ്പോൾ കർലി ബ്രാക്കറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഫങ്ഷണൽ കമ്പോണൻ്റ് ആണെങ്കിലും ക്ലാസ് കമ്പോണൻ്റ് ആണ്. ഇവിടെ നമ്മൾ പ്രോപ്സ് പറയുമ്പോൾ നമുക്കിവിടെ അതിന് മുമ്പ് ആദ്യം ദിസ് ഡോട്ട് പ്രോപ്സ് എന്ന് പറയുക. ഇവിടെ ദിസ് എപ്പോഴും ഉപയോഗിക്കണം. അതിനുശേഷം നമ്മളവിടെ പാസ് ചെയ്ത് അവിടെ ഉപയോഗിച്ച വേരിയബിൾ നെയിം എന്താണ്? വെഹിക്കിൾ എന്നായിരുന്നു. ആ വെഹിക്കിൾ എന്നുള്ളത് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുക. നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഇപ്പോൾ കണ്ടല്ലോ, അത് ടൊയോട്ടയായിട്ട് മാറി. സോ ഇങ്ങനെയാണ് ഒരു പേരൻറ്റിൽ നിന്ന് പേരൻറ്റ് കമ്പോണൻറ്റിൽ നിന്ന് ഈ പറഞ്ഞ ചൈൽഡ് കമ്പോണൻറ്റിലോട്ട് വാല്യൂ പാസ് ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റിയാക്റ്റിൽ. അപ്പോൾ ഈ ഒരു രീതി കുറേ എക്സാമ്പിൾ ചെയ്ത് നിങ്ങളിത് പഠിച്ചോണം, നല്ലോണം മനസ്സിലാക്കിയെടുക്കുക. ഇതിൽ ഫങ്ഷണൽ കമ്പോണൻ്റ് കണ്ടല്ലോ, ഫംഗ്ഷനകത്ത് ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റിൽ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോപ്സ് വയ്ക്കുക. ആ പ്രോപ്സ് ഡോട്ട് അവിടെ പാസ് ചെയ്ത് പേരൻറ്റിനകത്ത് പാസ് ചെയ്ത് ഏത് പേരാണോ ആ പേര് പ്രോപ്സ് ഡോട്ട് ഇട്ടിട്ട് ഇവിടെ കോൾ ചെയ്യുന്നു. ഫങ്ഷണൽ കമ്പോണൻറ്റിൽ ക്ലാസ് കമ്പോണൻറ്റിലാണ് കുറച്ച് വ്യത്യാസം. ഇവിടെ കൺസ്ട്രക്ടർ പറയണം, അതിനകത്ത് ആ പ്രോപ്സ് പറയുന്നത്. അതിനുശേഷം നമ്മൾ സൂപ്പർ പറയേണ്ടതുണ്ട്. പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് വെഹിക്കിൾ. വെഹിക്കിൾ എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ വെഹിക്കിൾ എന്നുള്ള ആ ഒരു വേരിയബിളിനെ അല്ലെങ്കിൽ കീയിലാണ് ആ വാല്യൂ പാസ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ പാസ് ചെയ്യുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനമാണ് പ്രോപ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഈ പ്രോപ്സ് കൂടാതെ നമുക്ക് ഈ കമ്പോണൻസിനകത്ത് ഈ പറഞ്ഞ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്ത്, അതായത് നമ്മൾക്ക് ഇവിടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷനും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫങ്ഷണൽ കമ്പോണൻറ്റിലും ക്ലാസ് കമ്പോണൻറ്റിലും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അതാണ് അടുത്ത് പഠിക്കുന്നത്.